മുഹമ്മദ് ഷാ CPM മുൻ MLA അടക്കം കുറ്റക്കാരെന്ന് വിധിച്ച CBI കോടതിയുടെ വിധി വന്നിരിക്കുന്നു. പക്ഷേ ലോക്കൽ പോലീസിന്റെ അന്വേഷണം വിജയിച്ചു എന്ന വിലയിരുത്തലാണ് CPM പ്രതിനിധി നടത്തിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് ഈ കേസ് നടത്തിയ പ്രോസിക്യൂഷൻ, CBIയുടെ പ്രോസിക്യൂഷൻ, ആ നടത്തിയ ആളുകളെ അഭിനന്ദിക്കുകയാണ്. കാരണം 154 സാക്ഷികളെ വിസ്തരിച്ച് 14 പേർക്കെങ്കിലും കൺവിക്ഷൻ മേടിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കി 10 പേർക്കെതിരെയുള്ള അക്വിറ്റലിന് മേൽ ശക്തമായ ഗ്രീവൻസ് നമുക്കൊക്കെ ഉണ്ട്. കാരണം എന്താ പറയുന്നത്, ശിക്ഷാ വിധി വന്നിട്ടില്ല, സെന്റൻസ് വന്നിട്ടില്ല. സെന്റൻസ് വരുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായിരുന്നാലും ഈ 10 പേർ അക്വിറ്റലിലെത്തി. അതിന് അപ്പീലുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് അരുൺകുമാർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അരുൺകുമാർ ഒരു നറേറ്റീവ് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ക്രൈം നടക്കുന്നത് 17/2/2019 ഈ 2 ചെറുപ്പക്കാരെ കൊല്ലുന്നത്. 18/2/2019 തന്നെ ക്രൈം ബ്രാഞ്ചിന്റെ അവിടുത്തെ DYSP ഇൻവെസ്റ്റിഗേഷൻ നടത്തി, വെപ്പൺ റിക്കവറി നടത്തി. 26/2/2019 ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റി പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ടുവരുന്നു. അവിടെയാണ് ഇതിന്റെ ടോർപിഡോ തുടങ്ങുന്നത് സത്യത്തിൽ. അതിനുശേഷം റിക്കവർ ചെയ്ത വെപ്പൺ ഫോറൻസിക് സർജൻ കാണുന്നില്ല. ഈ വെപ്പണിന്റെ അളവ്, അതിന്റെ ലെവലുകളൊക്കെ നോക്കിയിട്ടുള്ള റിപ്പോർട്ട് ഫോറൻസിക് സർജൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതിന്റെ പ്രോസിക്യൂഷൻ ഫെയ്റ്റലാകും. ഈ ജോലി ചെയ്യാത്ത ഒരു റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാ? മുഴുവൻ ആളുകൾക്കും അക്വിറ്റൽ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. 2 ചെറുപ്പക്കാരെ ക്രൂരമായി കൊലപാതകം നടത്തിയതിനു ശേഷം ക്രൈംബ്രാഞ്ച് നടത്തിയ ഇൻവെസ്റ്റിഗേഷനാണത്. ആ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും പറഞ്ഞത് ഈ ഇൻവെസ്റ്റിഗേഷൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്റെ സുഹൃത്ത് പറഞ്ഞത് ഗ്ലോറിഫൈ ചെയ്ത് പറയാണ്, ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ പ്രതി ചേർത്ത ആളുകളെ ഇപ്പൊ ശിക്ഷിച്ചു, CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ പ്രതി ചേർത്ത ആളുകളെ കുറച്ച് ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ. ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് അതിന്റെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് ക്രൈം നടന്നതിന് തൊട്ട് ശേഷമുള്ള ദിവസങ്ങളും ആ ദിവസങ്ങളിൽ കിട്ടുന്ന തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് മുഴുവൻ നശിപ്പിച്ച, ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഈ പ്രോസിക്യൂഷനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അത് മുഴുവൻ നശിപ്പിച്ചൊരു ചാർജാണ് ക്രൈംബ്രാഞ്ച് കൊടുത്തത്. ഈ ഇൻവെസ്റ്റിഗേഷനും ഈ പ്രോസിക്യൂഷനും ഈ രൂപത്തിലേക്ക് ആക്കി മാറ്റിയതിന്റെ ചുമതല ആ ക്രൈംബ്രാഞ്ചിന്റേതാണ്. രണ്ടാമത് വന്ന ആ ടീം ഇതില്ലാതാക്കി, അതായത് റിപ്പോർട്ടിൽ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതൊക്കെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കണ്ടെത്തിയത്. പിന്നെ ആ റിപ്പോർട്ട് റദ്ദ് ചെയ്തുകൊണ്ട് പോകുന്നതിന് പകരം ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ പോയാൽ മതി എന്നതൊരു ടെക്നിക്കൽ കാര്യമാണ്. റദ്ദ് ചെയ്ത് കഴിയുമ്പോൾ ഇനിഷ്യൽ പോയിന്റിലെ പല രേഖകളും ചിലപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വന്നേക്കും എന്നതുകൊണ്ടാകാം കോടതി അങ്ങനെയൊക്കെ ചെയ്തത്. എനിവേ, അതൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. പക്ഷെ CBI അന്വേഷിക്കണമെന്ന് അസന്നിഗ്ധമായി 3 കോടതി പറഞ്ഞു. എന്നിട്ട് CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലെ പ്രതികളുടെ സ്റ്റാറ്റസ് പറഞ്ഞാൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ഡയറക്ട്ലി കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ്. 1 മുതൽ 11 വരെ പ്രതികൾ, അതിനോടൊപ്പം തന്നെ 15, 16, 17, 18, 19 പ്രതികൾ, 16 പേർ. ഈ 16 പേർ കൊലപാതകം നടക്കുന്നത് 17/2/2019, അതിന് 3 ദിവസം മുമ്പ് 16/2/2019 ഒരു ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന കൊലപാതകത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽപ്പെട്ട 15, 16, 17, 18, 19 ഈ പ്രതികളെ ക്രൈംബ്രാഞ്ച് ഓമിറ്റ് ചെയ്തു. കോൾ ഡാറ്റ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, ടവർ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു, മറ്റു തെളിവുകളുണ്ടായിരുന്നു. രണ്ടാമത് CBI കണ്ടെത്തി പ്രതി ചേർത്ത ഈ ആളുകളെ ഒഴിവാക്കി. അതിലെ 15-ാം പ്രതിയുടെ കഥയാണ് ഈ പറയുന്നത്. ഇപ്പൊ കൺവിക്ഷനായ 15-ാം പ്രതി ഉണ്ടല്ലോ, ആ 15-ാം പ്രതി CBI ചാർജിലുള്ളൂ, മറ്റേ ചാർജിലില്ല.
അപ്പം ഈ ഒമിഷനൊക്കെ നടത്തിയതിന് ശേഷം ഒരു ചാർജ് കൊടുത്തിട്ട് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് നശിപ്പിച്ചിട്ട് കൊടുത്തൊരു ചാർജാണ്. ഇവിടെ അത്തരം അതായത് 2 വർഷത്തിന് ശേഷം CBIക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ സാധിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവർ സുപ്രീം കോടതി വരെ പോയി. അതോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ എത്രത്തോളം ഡിലേ ആകുന്നു അത്രത്തോളം ചാർജ് ഫീബിൾ ആകും, അത്രത്തോളം പ്രോസിക്യൂഷൻ ബുദ്ധിമുട്ടിലാകും. അതിനുശേഷമോ 292 സാക്ഷികളുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ കേസുകളിൽ നമ്മൾ ട്രയൽ നടത്തുന്ന പ്രോസിക്യൂട്ടർമാരെടുക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ. കാരണം ഈ സാക്ഷികളെ ഉറപ്പിച്ചു നിർത്തണം. ഇതിന്റെ സ്വാധീനത്തിന്റെ ഒരു ലെവലുണ്ടല്ലോ. വളരെ ഭീതിയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഇന്ന സാക്ഷി വരണ്ടെന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുക. ആദ്യമേ ആ സാക്ഷികൾ മാറുകയാണ്. പ്രധാനപ്പെട്ട ആളുകളൊന്നും സാക്ഷി ലിസ്റ്റിൽ വരാതിരിക്കുകയും മറ്റ് പല സാക്ഷികളെയും കൂട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയും പ്രോസിക്യൂഷൻ ഉണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും 14 പേർക്ക് കൺവിക്ഷൻ കിട്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ചില പ്രതികൾക്ക്, അതായത് 10ാം പ്രതിയും 9ാം പ്രതിയും 16ാം പ്രതിയും 18ാം പ്രതിയും ഒരേ സ്റ്റാറ്റസിലുള്ളവരാണ്. അതുകൊണ്ട് 10ാം പ്രതിയെ ശിക്ഷിക്കുമ്പോൾ 9ഉം 16ഉം 18 പ്രതികളെയും ശിക്ഷിക്കാതിരിക്കുന്നു. അപ്പോൾ വിധിപ്പകർപ്പ് വന്നതിന് ശേഷം പഠിക്കേണ്ട വിഷയമാണ്. വിധിപ്പകർപ്പ് വന്നതിന് ശേഷം അതിന്റെ റീസണിങ്ങിലേക്ക് നമുക്കത് അക്സെപ്റ്റബിൾ അല്ല അങ്ങനെ സാധ്യതയില്ല. കാരണം ഈക്വൽ ഫൂട്ടിങ്ങിൽ നിൽക്കുന്ന ഒരാളുകളാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.